നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താണ് നീ കാണിക്കുന്നേ? കൈലാഷ്, ഒന്നും പറ്റിയില്ലല്ലോ? ഏയ് ഇല്ല മാഡം, എനിക്കൊന്നും പറ്റിയില്ല. ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല. ഡ്രൈവർ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? ഇതിനകത്തിരിക്കുന്നവരുടെ ജീവന് വിലയുണ്ട്. ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുമ്പോ അത് ഓർമ്മ വേണം. സോറി മാഡം, ഒരു പട്ടി കുറുകെ ചാടി, അതുകൊണ്ടാ. ശ്രദ്ധിച്ചോടിക്കാൻ പറ. എടാ വണ്ടി എടുക്കടാ. സഹോദര, നാളെ കൊടിയേറ്റുവാ. കൊടിയേറ്റം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞ് ആറാട്ടിനെങ്കിലും നമ്മൾ അവിടെ എത്തുമോ? എല്ലാവരും ഇറങ്ങി തള്ളാൻ പറ. ഈ വണ്ടി ഇരിക്കുന്ന എല്ലാവരും എന്നെ തല്ലി കൊല്ലും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പൊ തന്നെ ഉണ്ട്. മാഡം, സാർമാരെ, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. എല്ലാരും വണ്ടി നിന്ന് ഇറങ്ങി ഒന്ന് തള്ളി തന്ന. നിങ്ങളുടെ ഈ പാട്ട് വണ്ടി തള്ളലല്ല ഞങ്ങളുടെ ജോലി. അല്ല, ആരാ ഈ വണ്ടി വിളിച്ചത്? മുക്ത, വണ്ടി ആകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊന്നും ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. എല്ലാരും വരൂ. മാഡം, ഒന്ന് തള്ളാവോ? തള്ളയ്യോ സാറേ, ഒന്ന് വാ സാറേ. പാർവതി, ഡ്രൈവറുടെ ക്ലച്ച് വിടണ്ടെന്ന് പറയും. വണ്ടി കുറച്ച് നീങ്ങിയതിന് ശേഷം ക്ലച്ച് വിട്ടാൽ മതി എന്ന് പറയും. ശരി സാർ. ചേട്ടാ, 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 തള്ളിക്കോ, തള്ളിക്കോ. പറു, വണ്ടി സ്റ്റാർട്ടായി, വാ. രക്ഷപ്പെട്ടു. ഇനി എല്ലാരും കയറിക്കോ. മാഡം, മാഡത്തിന്റെ പാട്ടില് വല്ലാത്തൊരു പെയിൻ ഉണ്ടായിരുന്നു. മാഡം ആരും മിസ് ചെയ്യുന്നത് പോലെ തോന്നി. പഴയ എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിൽ കയറി വന്നപ്പോ. സങ്കടപ്പെടാൻ പാടില്ല. എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോവാണ് വേണ്ടത്. എല്ലാം ശരിയാവും. കൈലാഷല്ലേ പറയുന്നത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. എല്ലാം ശരിയാവും. വാ, കേറ്. എന്താ ഇതൊക്കെ? ജോലി കിട്ടി ടൗണിൽ പോയ പാറു ആദ്യമായിട്ട് തിരിച്ചു വരല്ലേ. അപ്പൊ കൂട്ടുകാരായ നമ്മൾ അവൾക്ക് സ്വീകരണം കൊടുക്കണ്ടേ? ഫ്ലെക്സ് ഉണ്ട്, മാലപ്പടക്കം ഉണ്ട്, ചെണ്ടയും ഉണ്ട്. ചെണ്ടയോ? എവിടെ? ആൻഡോ ചേട്ടൻ ഫ്ലക്സ് അടിച്ചു തന്നു. കാശ് പിന്നെ കൊടുത്താ മതി. മണിവരൻ ആശാന്റെ കടയിൽ നിന്നാ മാലപ്പടക്കം വാങ്ങിയത്. അതിന്റെ കാശും പിന്നെ കൊടുത്താ മതി. പക്ഷേ കാശ് ആദ്യം കൊടുക്കാതെ ചെണ്ടക്കാര് വരില്ലെന്ന് പറഞ്ഞപ്പോൾ ദാ കണ്ടോ. ഇതെന്റെ ഐഡിയ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാ. കാശൊന്നും കൊടുക്കണ്ട. സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിക്കൊടുത്താൽ മതി. പാറു മാത്രമല്ല വരുന്നത്. കൈലാഷ് സാറും പ്രിയനും അവിടെ കൂട്ടുകാരും ഹോസ്റ്റൽ വാർഡനും ഒക്കെ ഉണ്ടെന്നാ പാറു വിളിച്ചപ്പോ പറഞ്ഞത്. തകരപ്പാട്ട് കുട്ടി അവരെ സ്വീകരിക്കുന്നത് അവരെ അവമാനിക്കുന്ന പോരാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ദാ, നിങ്ങൾ പൊയ്ക്കോ. മുട്ടായി വാങ്ങി കഴിച്ചോ. ദാ. ആദർശേ, പോവരുത്. അവിടെ മാറി നിന്നോ. ഞാൻ വിളിക്കുമ്പോ വരണം. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണ്ടേ?
വേണം. കേട്ടോ, നീ എന്താ അവരോട് പറഞ്ഞേ? ആ കാശിന് മുട്ടായി വാങ്ങുമ്പോ എനിക്കും തരണമെന്ന്. ആ, കണ്ടോ, ചട്ടമ്പി പാറു തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന പാർവതിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാ അവര്. ഫ്ലെക്സും വെച്ച് മാലപ്പടക്കവും പൊട്ടിച്ച് സ്വീകരിക്കാൻ അവളെന്താ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡലും വാങ്ങി വന്നതാണോ? ടൗണിലെ ഗാർമെന്റ്സിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യലല്ലേ അവളുടെ പണി? അത് ജനകന് മാത്രമല്ലേ അറിയൂ. അവളുടെ വീട്ടുകാർക്കും ആ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. അവർക്ക് അവള് വലിയ ഉദ്യോഗസ്ഥയല്ലേ. പടക്കത്തിന് തീ കൊളുത്ത്. വാ വാ. ഇവന്മാരിവിടെ എത്തിയോ? എടാ ഉണ്ണി, എന്റെ കൈക്ക് നല്ല പണിയുണ്ടാവുന്ന തോന്നുന്നത്. 2 ശവങ്ങൾ പൊതിയാനുള്ള പച്ചയോല റെഡിയാക്കി വെച്ചോ. ഈ തകരപ്പാട്ട കൊട്ടരുതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ. പാറു, എന്താ ഇതൊക്കെ? അയ്യോ, നീതുവിന്റെ അപ്പുവിന്റെ അമ്പാടിയുടെ ഒക്കെ പണിയാ. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അനുസരണ തൊട്ട് തീണ്ടിയിട്ടില്ല 3 എണ്ണത്തിൽ. സാരില്ലമ്മേ, വഴക്ക് പറയണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. പാറു, നീയും വാ, ഡാൻസ് കളിക്കാം. വാ. അയ്യോ, ഞാനില്ല. എന്തിനാ മടിക്കുന്നേ? ഇത് നിന്റെ നാടല്ലേ, ചെല്ല്. വാ പാറു, വാ.